KSRTC ബസ് സ്റ്റാൻഡുകളിലെ രാത്രി അവസ്ഥ പരിതാപകരമാണ്. വിശ്രമിക്കാൻ സൗകര്യങ്ങളില്ല, രാത്രി സർവീസുകളില്ല, സ്ത്രീ യാത്രക്കാർക്ക് ശുചിമുറി സൗകര്യവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഞങ്ങളുടെ പ്രതിനിധി ലേബി സജീന്ദ്രൻ ഇന്നലെ രാത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ലേബി സജീന്ദ്രൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. സമയം രാത്രി 11 മണി. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്. ഇവിടുത്തെ രാത്രി അവസ്ഥ ഒന്ന് കണ്ടറിയാം. അർദ്ധരാത്രിയോടടുക്കുമ്പോഴും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് സജീവമാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കും പോകേണ്ടവർ, നന്നേ ക്ഷീണിച്ചു നിൽക്കുന്ന ഇവർക്ക് പക്ഷേ രാത്രി ചെലവഴിക്കാനുള്ള സൗകര്യം ഒട്ടുമില്ല. 2 മണിക്കൂർ 3 മണിക്കൂറായി ഈ പെണ്ണുങ്ങളും ഈ സ്ത്രീകളെല്ലാം ഇവിടെ വന്ന് വലിയ ആൾക്കാർ. എന്ത് സൗകര്യമുള്ളത്? KSRTC അങ്ങ് കരക്കുന്നാ പറയുന്നത്. എവിടെ കരത്തെ ജനങ്ങളായിട്ട് വരയ്ക്കുന്നു. ഒരു അരമണിക്കൂറോടെ ഒന്ന് നിന്നേ ഇതിൻ്റെ ഈ സ്മെല്ല് എത്രയും പിടിക്കേ, അന്നേരം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് 2 മണിക്കൂർ കൂടി ഇവിടെ അന്നേരം പോലെ കൊതുകടി കൊള്ളിയാം. സ്മെല്ലാന്നേ സഹിക്കാൻ വയ്യ. മൂത്രത്തിൻ്റെ എലിയുടെയൊക്കെ പാടെ ഒക്കെ അപ്പം കണ്ടമാനം പട്ടികൾ പോകുന്നു. ഇരിക്കാനും സ്ഥലമില്ല, വെറും വേസ്റ്റായിട്ട് കിടക്കുന്ന മൊത്തം സ്ഥലം. ബസ് കാത്തു നിൽക്കുന്ന നിരവധി സ്ത്രീ യാത്രക്കാരെയും കണ്ടു. ഇനി എപ്പോഴാണ് ബസ്സുള്ളത്? ഇനി ബസ് എപ്പോഴാണെന്നും അറിയത്തില്ല. ഇത്ര അധിക സമയം ഇപ്പോൾ നിൽക്കേണ്ടി വരുമ്പോൾ വാഷ്റൂം ഉപയോഗിക്കാൻ തോന്നിയാൽ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? ഇവിടെ ഇങ്ങനെ നിൽക്കുക, അത്ര തന്നെ. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. രാത്രി വാഷ്റൂം ഇല്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. വാഷ്റൂം ഇല്ലാത്ത വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അടിസ്ഥാന സൗകര്യം എന്തായാലും ഫസ്റ്റ് വേണ്ടതാണല്ലോ, അതെന്തായാലും ഇല്ല. ഈ പ്രതികരണങ്ങൾ കേട്ടപ്പോഴാണ് ഞങ്ങൾ ശുചിമുറിയെക്കുറിച്ച് അന്വേഷിച്ചത്. ഇരിപ്പിട സൗകര്യങ്ങളും വൃത്തിയുള്ള സാഹചര്യവും കൃത്യസമയത്തുള്ള ബസ് സർവീസുകളുമെല്ലാം പ്രധാനം തന്നെ. പക്ഷേ ഈ സമയത്ത് ഒരു സ്ത്രീക്ക് പരമപ്രധാനം ശുചിമുറി സൗകര്യം ലഭിക്കുക എന്നതാണ്. ബസ് ജീവനക്കാർ കാണിച്ചു തന്ന ഭാഗത്തേക്ക് ശുചിമുറി അന്വേഷിച്ചു ചെന്നു. ഇതാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾക്കായുള്ള ശുചിമുറി. ഇത് ഉപയോഗശൂന്യമാണ്. കയറുകൊണ്ട് അടച്ചുകെട്ടി വച്ചിരിക്കുന്നു. മന്ത്രി KB ഗണേഷ് കുമാർ ശ്രദ്ധിക്കുക. 2 ആഴ്ച മുമ്പ് താങ്കൾ ഇവിടെ വന്ന് ഇതെല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഈ സമയത്തും ഇവിടെ സ്ത്രീകളായ യാത്രക്കാർ എത്തുന്നുണ്ട്. ഈ സമയത്തും ഇതുവഴി ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തി കടന്നു പോകുന്നുണ്ട്. ഇതിലെ വനിതാ യാത്രക്കാർക്ക് ശുചിമുറി ഉപയോഗിക്കണമെന്ന് തോന്നിയാൽ അവർ എങ്ങോട്ടാണ് പോകേണ്ടത്? അവർ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം പറയേണ്ടത് മന്ത്രി തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.